അഞ്ചാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ്. ഇംഗ്ലീഷ് വീഡിയോസൊക്കെ നിങ്ങൾ നമ്മുടേത് കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പം ബാലൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. യൂണിറ്റ് 2 വരെ എടുത്തിട്ടുണ്ട്. ഇനി യൂണിറ്റ് 3. എന്താ യൂണിറ്റ് 3യുടെ പേര്? ടെൻഡർ ഷൂട്ട്സ്. നല്ലൊരു പിക്ചറൊക്കെ തന്നിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. നോക്കിയേ, പിക്ചർ കണ്ടോ? നോക്കിയേ, നല്ല മനോഹരമായ നമ്മുടെ പ്രകൃതിയുടെ ഒരു പിക്ചറാണല്ലേ, മരങ്ങളും ഒക്കെയുള്ള പിക്ചർ. താഴെ എന്താ തന്നിട്ടുള്ളത്? വെൻ വി പ്ലാന്റ് എ ട്രീ വി പ്ലാന്റ് ഹോപ്പ്. എന്താണ്? ഒരു മരം നടുമ്പോൾ നമ്മൾ എന്താ നടുന്നത്? ഒരു പ്രതീക്ഷയാണല്ലേ. ആ മരത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം ലഭിക്കും അല്ലേ? നമ്മുടെ മാത്രമാണോ പ്രതീക്ഷ? ആണോ? മനുഷ്യനൊരു നമ്മളിപ്പോൾ എന്താ ഒരു മാവ് നടുന്നു മക്കളെ. അപ്പോൾ നിങ്ങൾ മാവ് നടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മയമ്മ മാവ് നട്ടപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രതീക്ഷ എന്തായിരിക്കും? അത് വലുതായി അതിൽ മാമ്പഴമുണ്ടാകും. നമ്മുടെ പ്രതീക്ഷ അത്. പിന്നെ അത് നമ്മുടെ വീടിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത്, അപ്പോൾ ആ ഭാഗത്ത് നല്ല തണലുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷകൾ നമ്മൾക്ക്. അപ്പോൾ ആ മരം കൊണ്ട് പ്രയോജനമുള്ള വേറെ ആളുകളില്ലേ? ഇല്ലേ? ജീവികളൊക്കെ ഇല്ലേ? പക്ഷികളൊക്കെ ഇല്ലേ? അവർക്കും അതൊരു പ്രതീക്ഷയല്ലേ? അവർക്ക് നമ്മളെ പോലെ പ്രതീക്ഷിക്കാൻ അറിയില്ലെങ്കിലും അതും ഒരു പ്രതീക്ഷയാണ് അല്ലേ? പിന്നെന്താണ് അത്? എന്താണ്? മണ്ണൊലിപ്പ് തടയും. ഒരു മരം മണ്ണൊലിപ്പ് തടയും, അതൊരു പ്രതീക്ഷയാണ്. പിന്നെന്താണ്? വെള്ളം താഴെ നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങും, അതൊരു പ്രതീക്ഷയാണ്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രതീക്ഷകളുണ്ടല്ലേ. അപ്പോൾ അതാരാ പറഞ്ഞേക്കുന്നത്? വങ്കാരി മാതായി ആണല്ലേ. ആരാണ് വങ്കാരി മാതായി? വങ്കാരി മാതായി വാസ് എ കെനിയൻ എൻവയോൺമെൻറ്റലിസ്റ്റ് ആൻഡ് ആക്ടിവിറ്റീസ്. കെനിയക്കാരിയാണ്. എന്താണ്? എൻവയോൺമെൻറ്റലിസ്റ്റാണ്, പരിസ്ഥിതി പ്രവർത്തകയാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഒരു പ്രത്യേകത കൂടിയുണ്ട്. 2004 എന്ത് കിട്ടിയിരുന്നു? നൊബേൽ പ്രൈസ് കിട്ടി. ആദ്യമായിട്ട് ഒരു ആഫ്രിക്കൻ വനിതയ്ക്ക് നൊബേൽ പ്രൈസ് കിട്ടുന്നത് ആർക്കാണ്? വങ്കാരി മാതായ്ക്ക്. അത്രയും ചുമ്മാ നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേരാം കേട്ടോ. ഇനി നോക്കൂ മക്കളെ, ദി ഡോർവേ. നിങ്ങൾക്ക് എന്താ തന്നിട്ടുള്ളത്? മനോഹരമായ പിക്ചർ. ഒരു കുട്ടി ദേ കളിക്കുന്നു. ഒറ്റയ്ക്കാണോ? അവൻ ആരോടൊപ്പം കളിക്കുന്നു? പ്രകൃതിയോടൊപ്പം കളിക്കുന്നല്ലേ. എന്തൊക്കെയുണ്ട് അവിടെ? പൂക്കളുണ്ട്, പൂമ്പാറ്റയുണ്ട്, ചിത്രശലഭമുണ്ട്, അണ്ണാറക്കണ്ണലുണ്ട്, മറ്റ് കിളികളുണ്ട്, മരങ്ങളുണ്ട്, പുഴയുണ്ട്, മീനുണ്ട്, ദേ ഒരു പാക്രാച്ചി തവളയുണ്ട്. എന്ത് രസമല്ലേ. ഇനി ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? നിങ്ങൾ ഇതിൽ എന്ത് കാണുന്നു? വേണമെങ്കിൽ നമുക്ക് കാണുന്നതിൻ്റെ എല്ലാ പേര് പറയാം. അത് നമുക്ക് എന്ത് പറയാം? തൽക്കാലം ചുരുക്കി പറയാം അല്ലേ. എ ബോയ് ഈസ് പ്ലേയിങ് ഇൻ നേച്ചർ അല്ലെങ്കിൽ വിത്ത് നേച്ചർ എന്ന് പറയാം. ഹൗ ഡു യു ഫീൽ? നിങ്ങൾക്ക് എന്ത് തോന്നിയത് കണ്ടപ്പോൾ? യെസ്, ഐ ഫീൽ ഹാപ്പി ആൻഡ് വോണ്ട് ടു ലിവ് ലൈക്ക് ഹിം. എനിക്കും ഇത് കണ്ടപ്പോൾ എന്ത് തോന്നി? ഭയങ്കരമായ സന്തോഷം തോന്നി. അതുപോലെ എനിക്കും എന്ത് ചെയ്യണമെന്ന് തോന്നി? ഇതുപോലെ ജീവിക്കണമെന്ന് തോന്നി. Can we think of nature as our friend? Why? നമുക്ക് നേച്ചറിനെ നമ്മുടെ ഫ്രണ്ടായിട്ട് കാണാൻ പറ്റുമോ? പറ്റില്ലേ? ഉറപ്പായും പറ്റും. വൈ? എന്തുകൊണ്ടാണ്? നമ്മുടെ ഒരു നല്ല ഫ്രണ്ട് നമുക്ക് എന്ത് തരും? നല്ല കാര്യങ്ങൾ തരുന്ന ആൾക്കാരാണ് അല്ലേ. അല്ല, മോശം കാര്യങ്ങൾ പറഞ്ഞ ആളെ നമ്മൾ ഫ്രണ്ടെന്ന് വിളിക്കുമോ? ഇല്ല. അപ്പോൾ ഇതെന്താ തരുന്നത്? നേച്ചർ ഗീവ്സ് us all the support to live. നമ്മൾക്ക് ജീവിക്കാനുള്ള എല്ലാ സപ്പോർട്ടും ആര് തരുന്നുണ്ട്? നേച്ചർ തരുന്നുണ്ട്. ലൈക്ക് എ ഫ്രണ്ട്, ഒരു ഫ്രണ്ടിനെ പോലെ. എന്തൊക്കെയാണ്? എയറും വാട്ടറും ഫുഡും ഷെൽട്ടറും ഒക്കെ തരുന്നില്ലേ? അപ്പം നമുക്കതെല്ലാം എഴുതാം. ലൈക്ക് എ ഫ്രണ്ട് ഇറ്റ് സപ്പോർട്ട്സ് ആൻഡ് നർച്ചേഴ്സ് us. നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്നു? പരിപോഷിപ്പിച്ച് ഇങ്ങനെ നമ്മളെ കെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ടാണ് നേച്ചർ. കേട്ടോ? ഇനി ഇതാ നോക്കിയേ മക്കളെ, ഒരു കുഞ്ഞു കവിതയുണ്ട്. ഹിയർ ദ ബോയ് ഈസ് വെരി ഹാപ്പി ആൻഡ് ഈസ് സിംഗിങ് എ സോങ്. എന്താണ്? വളരെ സന്തോഷത്തോടു കൂടി ഒരു കവിത ഇങ്ങനെ പാടുകയാണ്. എന്താ കവിത? വലിയ അർത്ഥമൊന്നുമില്ല, ചുമ്മാ. Oh little butterfly, come and play with me. The day is bright, the sky is blue, come and sing with me. ആരെയാണ് വിളിക്കുന്നത്? ബട്ടർഫ്ലൈയെ. എന്തിന്? എൻ്റെ കൂടെ വന്ന് കളിക്കൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഇന്ന് നോക്കിയേ, നല്ല അന്തരീക്ഷമാണ്, ബ്രൈറ്റാണ് ഇന്നത്തെ ദിവസം. അതാണൊക്കെ സ്കൈ കണ്ടോ? മേഘമൊന്നുമില്ല, നല്ല ബ്ലൂ കളറാണ്. എൻ്റെ കൂടെ വന്ന് പാടാൻ പറയുന്നു. Hey little grasshopper, come and dance with me. Friends we have all the road, never feel afraid. ഇനി ആരെ വിളിക്കുന്നു? പുൽച്ചാടിയെയും കൂടെ വിളിക്കുക, ഗ്രാസ് ഹോപ്പറെ കൂടി വിളിക്കുക. എന്നിട്ട് എന്ത് പറയുക? എൻ്റെ കൂടെ വന്ന് ഡാൻസ് ചെയ്യൂ, നമ്മൾക്കിവിടെ ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്, നമ്മൾ പേടിക്കേണ്ട കാര്യം ഇല്ല എന്ന് പറയും. സിംഗ് ദ സോങ് അലോങ് വിത്ത് യുവർ ടീച്ചർ. നിങ്ങളുടെ ടീച്ചറിൻ്റെ കൂടെ അത് പാടുക. ഒന്നുകൂടെ പാടിയാലോ? ഓ ലിറ്റിൽ ബട്ടർഫ്ലൈ കം ആൻഡ് പ്ലേ വിത്ത് മീ.
The day is bright, the sky is blue, come and sing with me. കൂടെ പാടുന്നുണ്ടോ? ഓക്കെ. Hey little grasshopper, come and dance with me. Friends we have all around, never feel afraid. കേട്ടോ? ഇനി നമുക്ക് പഠിക്കാനുള്ള പാഠം നോക്കിയാലോ മക്കളെ? ദി മൂണാണ്. Here is a poem that shows how nature is a good companion and guardian. ഇവിടെ തന്നിട്ടുള്ള പോയം നോക്കൂ. ഇത് കാണുമ്പോൾ ഇത് വായിക്കുമ്പോൾ എന്ത് മനസ്സിലാവും നിങ്ങൾക്ക്? ഈ നേച്ചർ നമുക്ക് എങ്ങനെയാണ് നല്ലൊരു കമ്പാനിയൻ, നമ്മുടെ കൂടെ നടക്കുന്ന ഒരാൾ അല്ലെങ്കിൽ സുഹൃത്തെന്ന് പറയാം. അതുപോലെ നമ്മളെ ഗാർഡിയൻ, ആരാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ആരാ? നമ്മുടെ ഗാർഡിയൻ, നമ്മളെ നയിക്കുന്ന ആൾ. അങ്ങനെ നമ്മുടെ നേച്ചർ എങ്ങനെയാണ് നമ്മുടെ ഗാർഡിയനും കമ്പാനിയനും ഒക്കെ ആകുന്നതെന്ന് ഈ കവിതയിലൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ദി മൂൺ. മൂണിനെ അറിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അമ്പിളിമാമൻ. ഓക്കെ. The moon has a face like the clock in the hall. She shines and thieves on the garden wall, on streets and fields and harbor quays, and birdies asleep in the forks of the trees. എന്താ മക്കളെ? The moon has a face like the clock in the hall. നമ്മളെ വീട്ടിലെ ഹോളില്ലേ? ഹോളിൽ എന്തുണ്ട്? ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്ക് പോലെയുള്ള ഫേസ് ആണ് ആർക്കുള്ളത്? റൗണ്ടിൽ നല്ല ഷൈനിങ് ആയിട്ടുള്ള, നമുക്ക് നല്ല തിളക്കമായിട്ടുള്ളതായിരിക്കില്ലേ ക്ലോക്കും, അല്ലേ? നമുക്ക് മനോഹരമായ ഒരു ഭംഗിയല്ലേ ക്ലോക്ക്? വട്ടത്തിൽ, മൂണിനെ പോലെ വട്ടത്തിൽ. അത് നമ്മൾക്ക് എന്ത് കാണിച്ചിരുന്നതാണ്? നമുക്ക് സമയം കാണിച്ചു തരുന്നതാണ് ആര്? ക്ലോക്ക്. അതുപോലെ തന്നെയാണ് മൂണ്. അത് എന്തുപോലെയാണ് അതിൻ്റെ ഫേസും? ആ ക്ലോക്ക് പോലെ ആ റൗണ്ട് കളറിലുള്ള, റൗണ്ട് ഷേപ്പിലുള്ളതാണ്. ഷീ ഷൈൻസ് ഓൺ തീവ്സ് ഓൺ ദ ഗാർഡൻ വോൾ. അല്ലേ? മതിൽ ചാടി നമ്മളെ വീട്ടിലേക്ക് വരുന്ന ആരെ? കള്ളനെയൊക്കെ ആരാണ് നമ്മളെ കാണിച്ചു തരുന്നത്? ഈ മൂണാണ്, അല്ലേ? മൂണിൻ്റെ വെട്ടത്തിലൂടെ അല്ലേ നമ്മൾ ഈ രാത്രിയിലൊക്കെ ഓരോരുത്തർ പോകുന്നത് കണ്ടുപിടിക്കുന്നത്. On streets and fields and harbor quays and birdies asleep in the forks of the trees. ഇനി എവിടെ ഉണ്ട്? ഗാർഡൻ വോളിൽ ഷൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. സ്ട്രീറ്റ്സ്, തെരുവുകളിൽ. പിന്നെ ഫീൽഡ്സ്, എവിടെയാ? പാടങ്ങളിൽ. ആൻഡ് ഹാർബർ കോയ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കപ്പലൊക്കെ വരുന്ന, നമ്മൾ ജെട്ടി എന്നൊക്കെ പറയില്ലേ, ഇല്ലേ? ജെട്ടി അല്ലെങ്കിൽ കപ്പൽ തുറ എന്നൊക്കെ പറയില്ലേ, അവിടെ. പിന്നെ ആൻഡ് ബേർഡീസ് സ്ലീപ്പ് ഇൻ ദ ഫോക്സ് ഓഫ് ദി ട്രീസ്. ഇനി ബേർഡീസ്, നമ്മുടെ ബേർഡ്സ് ഉണ്ടല്ലോ, അവർ എവിടെയാണ് ഉറങ്ങുന്നത്? ബേർഡ്സിൻ്റെ കൂടെ എവിടെയാണ് ശ്രദ്ധിച്ചിട്ടില്ലേ മക്കളെ? ബ്രാഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 2 ശിഖരങ്ങളുടെ നടുക്ക് ഇങ്ങനെ ആയിരിക്കും അവർ കൂട് കെട്ടുക. അതാണ് ഈ പറയുന്ന ഫോക്സ് ഓഫ് ദി ട്രീസ്. കേട്ടോ? അത് രണ്ടും ഇങ്ങനെ എന്താണ്? 2ആയി പിളരുന്ന ആ ഭാഗത്താണ്. അതാകുമ്പം കാറ്റത്തൊന്നും മുലഞ്ഞ് വീഴില്ല. അങ്ങനെ ആയിരിക്കും അവർ കൂട് കെട്ടുക, അല്ലേ? അപ്പോൾ ഇവിടെ ഒക്കെ എന്ത് ഷൈൻ ചെയ്യുന്നുണ്ട്? നമ്മുടെ മൂണിങ്ങനെ, അതിന് നിലാവിങ്ങനെ വന്ന് വീഴുന്നുണ്ട്. The squalling cat and the squeaking mouse, the howling dog by the door of the house, the bat that lies in bed at noon, all love to be out by the light of the moon. ഇനി ലൈറ്റില്ലേ, മൂണിൻ്റെ ലൈറ്റ്, നിലാവ്, ആ സമയത്ത് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നത് ആരൊക്കെയാണ്? The squalling cat and the squeaking mouse. ഇങ്ങനെ മുരളിച്ച് സൗണ്ട് ഉണ്ടാക്കി പോകുന്ന പൂച്ചകളില്ലേ? എന്താ അതിന് പറയുന്നത്? സീൽക്കാർ അല്ലെങ്കിൽ ചീറ്റൽ പോലത്തെ ശബ്ദം ഉണ്ടാക്കില്ലേ? എന്തോ മുരളുന്നു എന്നൊക്കെ പറയില്ലേ പൂച്ച? അങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന പൂച്ച. പിന്നെ കരണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നത് ആരാ? ആ എലി. ദ ഹൗളിംഗ് ഡോഗ്, ഓരിടുന്ന ആര്? നായ. അതുപോലെ തന്നെ എൻ്റെ ബാറ്റ്, വവ്വാലുകൾ. ഇവർക്കൊക്കെ എന്താണ് താല്പര്യം? ഈ രാത്രി സമയത്ത് പുറത്തിറങ്ങാൻ ഇവർക്കൊക്കെ ഇഷ്ടമാണ്. But all of the things that belong to the day cuddle to sleep to be out of her way, and flowers and children close their eyes till up in the morning the sun shall rise. നോക്കിയേ, ഇപ്പം നമ്മൾ രാത്രിയിൽ പുറത്തിറങ്ങുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞില്ലേ? ഇനി പക്ഷേ all of the things that belong to the day cuddle to sleep to be out of her way. പകൽ സമയത്ത് പുറത്തിറങ്ങി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറേ ജീവികളുണ്ട്, മനുഷ്യനുൾപ്പെടെ ഉള്ളത്, അല്ലേ? അതിനകത്ത് പൂക്കളും ഒക്കെ വരും. അവരൊക്കെ എന്താ ചെയ്യുക? രാത്രി എന്താണ്? നിദ്രയെ ഇങ്ങനെ തഴുകി അവരെ പുണർന്നിട്ട് കെട്ടിപ്പിടിച്ച്, രാത്രി ഉറക്കത്തെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന ആൾക്കാരാണ്. ബെഡിനെ ഉറക്കത്തെ ഇങ്ങനെ പിടിച്ച് നമ്മളെങ്ങനെയാണ്? നിദ്രയെ പുൽകി എന്ന് പറയും, നിദ്രയെ പുണർന്നു എന്ന് പറയും. കേട്ടോ? അത്രയ്ക്ക് ആ സമയത്ത് ആരെങ്കിലും വന്ന് വിളിച്ചാൽ നിങ്ങൾ എണീക്കോ? ഇല്ല.
ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ ക്ലോസ് ദെയർ ഐസ്. പൂക്കളും കുഞ്ഞുങ്ങളും കണ്ട കമ്പയർ ചെയ്തിരിക്കുന്നേ. കുഞ്ഞുങ്ങളും അവരുടെ കൂടെ എന്തിനേയും കൂടെ പറഞ്ഞേക്കുന്നത് പൂക്കളും. ഏകദേശം ഒരുപോലെ അല്ലേ കുഞ്ഞുങ്ങളും പൂക്കളും ഒക്കെ. അവരൊക്കെ എന്ത് ചെയ്യും? സന്ധ്യയാകുമ്പം ഉറങ്ങാൻ തുടങ്ങും, കണ്ണടയ്ക്കും. ടിൽ അപ്പ് ഇൻ ദ മോർണിംഗ് ദ സൺ ഷാൾ റൈസ്. സൂര്യൻ ഉദിച്ച് വരുന്നത് വരെ ഈ പൂക്കളും കുഞ്ഞുങ്ങളും ഒക്കെ കണ്ണടച്ച് ഉറങ്ങുകയായിരിക്കും അല്ലേ. മൂണ് രണ്ടുപേരെയും സന്തോഷിപ്പിക്കുന്നില്ല. അപ്പോൾ രാത്രിയിൽ പുറത്തിറങ്ങുന്നവർക്ക് ആ മൂണിൻ്റെ ആ ഒരു ഷൈൻ കൊണ്ട് പുറത്തേക്ക് പോകാമല്ലോ എന്നുള്ള സന്തോഷം. പകൽ മൊത്തം കുരുത്തക്കേട് കാണിച്ച് കുസൃതി കാണിച്ച് നടന്ന കുരുത്തം കെട്ട പിള്ളേർക്കും ജോലി ചെയ്ത അച്ഛനും അമ്മയ്ക്കും ഒക്കെ രാത്രി എന്താണ്? ഭയങ്കര ആശ്വാസമാണ്. എന്തിന്? ഉറങ്ങാനായിട്ട്. അപ്പോൾ മൂൺ അവരെയും സന്തോഷിപ്പിക്കുന്നുണ്ടല്ലേ. സൺ പോയിട്ട് ആര് വരുമ്പോഴാണ് നമ്മൾ ഉറങ്ങുന്ന? മൂൺ വന്നതിന് ശേഷം അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? മൂണിനെ പറ്റി മനോഹരമായിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ആ പിക്ചർ കണ്ടോ? മൂണിനെ നോക്കി ഒരു കുഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എത്ര പേര് രാത്രിയിൽ പോയി നോക്കാറുണ്ട്? അമ്പിളിമാമൻ അല്ലെങ്കിൽ മൂൺ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ടോ? കാർട്ടൂണൊക്കെ കണ്ടിട്ട് പോയി ഉറങ്ങുമ്പോൾ തന്നെ വഴക്ക് പറഞ്ഞിട്ടല്ലേ പോയി കിടന്ന് ഉറങ്ങുന്നത് അല്ലേ. പുറത്തിറങ്ങി ഒരുപാട് ഇരുട്ടത്തോട്ടൊന്നും പോകണ്ട. വെട്ടം വീഴുന്ന ഭാഗത്തൊക്കെ നിന്ന് എല്ലാ ദിവസവും മൂണിനെ ഒന്ന് നോക്കണം കേട്ടോ. മൂണിന് എന്നും ഒരേ ഷേപ്പാണോ? അല്ല, ചെറുതാകുന്നതും വലുതാകുന്നതും ഒക്കെ കാണണം കേട്ടോ. അതിൻ്റെ ഓരോ ദിവസവും ഓരോ ഭംഗിയായിരിക്കും. അതൊക്കെ നോക്കിയിട്ട് പോയി കിടന്നുറങ്ങണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. കവിത എഴുതിയിരിക്കുന്നത് ആരാണ്? റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ, R.L. സ്റ്റീവൻസൺ എന്ന് പറയും. ഏത് രാജ്യക്കാരനാണ്? സ്കോട്ട്ലാൻഡ്. സ്കോട്ടിഷ് നോവലിസ്റ്റ്, എസ്സേയിസ്റ്റും പോയറ്റും ട്രാവലറും ഒക്കെയാണ് അദ്ദേഹം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് പോയം മക്കളെ. ഇത് നൂൺ എന്നുള്ള പോയം നമുക്ക് ഇത്രയേ ഉള്ളൂ. ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ടിങ് തൊട്ട് നൂൺ എന്നുള്ള പോയം വരെയുള്ളത് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നോട്ട്സ് ആണ് കേട്ടോ. അത് നമ്മൾ അടുത്ത വീഡിയോ ഇട്ടിടും, ഇല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും കേട്ടോ. അപ്പോൾ ഇത്രയും നിങ്ങൾ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയൊക്കെ വയ്ക്കുമ്പോഴേക്കും തന്നെ വീഡിയോ ഇന്ന് തന്നെ ഇത് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ പിറവിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നല്ല മിടുക്കനായിട്ട് പഠിച്ചിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.